ഹായ് ഡിയേഴ്സ്, കുറച്ച് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ മധുര മീനാക്ഷി അമ്മൻ ടെമ്പിളിൻ്റെ ദർശനം എങ്ങനെയാണ് ഓൺലൈൻ ബുക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒന്നെങ്കിൽ രണ്ട് രീതിയിൽ ചെയ്യാം. അതിൽ ആദ്യത്തെയാണിത് മധുര മീനാക്ഷി അമ്മൻ ടെമ്പിൾ ദർശൻ ബുക്കിംഗ് എന്ന് ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുക. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ മതി. ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ കുറച്ച് ലിങ്ക്സ് ആദ്യം കാണിക്കും കേട്ടോ. പക്ഷെ അതൊന്നും അല്ല നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. കുറച്ചുകൂടെ ഒന്ന് സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുമ്പോൾ തമിഴിൽ എഴുതിയിട്ട് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. ആ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ടെമ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, തമിഴുണ്ട്. അതുപോലെ തന്നെ .gov.in എന്നുള്ള രീതിയിൽ വെബ്സൈറ്റിൻ്റെ URL വരുന്നത്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ടെമ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ തന്നെ വേറൊരു പേജിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹോം എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ഹോം പേജിലെത്തും. ഇനി അടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് മധുര മീനാക്ഷി അമ്മൻ ടെമ്പിൾ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ ഇവരുടെ ഗൂഗിളിൽ തന്നെ ഇവരുടെ വെബ്സൈറ്റ് ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും മധുര മീനാക്ഷി അമ്മൻ ടെമ്പിൾ. അതിൽ തന്നെ നോക്കുമ്പോൾ വെബ്സൈറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താലും ഈ സെയിം പേജിലേക്ക് തന്നെയാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ഈ പേജിലേക്ക് എത്താവുന്നതാണ്. ഈ വെബ്സൈറ്റിൻ്റെ URL ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ ബുക്കിംഗ് പേജിലേക്ക് പോകാൻ പറ്റും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പേജിൽ വരുന്നതെങ്കിൽ ഇത് മിക്കവാറും തമിഴിലായിരിക്കും ലാംഗ്വേജ് വരിക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റൈറ്റ് കോർണറിൽ പോയാൽ ചൂസ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ടെമ്പിൾ ബുക്കിംഗ് സർവീസസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ബുക്കിംഗ് പേജിലേക്കാണ് പോകുന്നത്. വേറൊരു പേജിലേക്ക് റീഡയറക്റ്റ് ആവുന്നുണ്ട്. ഈ പേജിൽ ടെമ്പിൾ സർവീസസ് പെയ്ഡ് ഓർ ഡൊണേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ പേജിലാണ് നമ്മൾ ഏത് ടൈപ്പ് ദർശനം എടുക്കേണ്ടതെന്നുള്ളത്. ഒന്നുകിൽ അമ്മനും സ്വാമിനെയും വേറെ വേറെ എടുക്കുക, അല്ലെങ്കിൽ രണ്ട് പേരുടെ അടുത്ത് തൊഴുന്ന രീതിയിലുള്ള ബുക്കിംഗ് ഉണ്ട്. അപ്പം രണ്ട് പേരുടെ അടുത്ത് തൊഴുന്നതിന് 100 രൂപയും വേറെ വേറെ ഏതെങ്കിലും ഒരാൾ തൊഴുന്നതിന് 50 രൂപയാണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. അപ്പം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു പേജിലേക്ക് വരും. ഇവിടെ നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഡേറ്റ് സെലക്ട് ചെയ്താൽ കോസ്റ്റ് വരും കേട്ടോ. കോസ്റ്റ് വരും. പിന്നെ അവിടെ ബുക്ക് എന്നുള്ളൊരു ബട്ടണും കാണാം. ആ ബുക്ക് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എൻ്റർ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ അതിൽ മാൻഡേറ്ററി ഫീൽഡ്സ് എല്ലാം അവർ സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർ ഇല്ലാത്ത ഒന്നും ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഒരു പ്രധാന ഡ്രോബാക്ക് എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും സെപ്പറേറ്റ് ബുക്ക് ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഒരാളുടെ ഡീറ്റെയിൽസ് മാത്രമേ നമുക്ക് അറ്റ് എ ടൈം എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് പിന്നെ ഈ പേജിൽ വന്നിട്ട് പിന്നെ എൻ്റർ ചെയ്ത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ മൊബൈൽ നമ്പർ ഇമെയിൽ ID സെയിം കൊടുത്താൽ മതി. അതാകുമ്പോൾ എല്ലാവരുടെയും ഒറ്റ ഇമെയിലിലേക്ക് വന്നോളൂ. അവസാനം ഒന്നിച്ച് പ്രിൻ്റ് എടുത്താൽ മതി. ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഡിസ്പ്ലേ ചെയ്യും കേട്ടോ. അതായത് രാവിലെ 6 തൊട്ട് രാത്രി 8 വരെയാണ് നമുക്ക് ഈ ടിക്കറ്റ് വെച്ചിട്ട് അമ്പലത്തിനുള്ളിൽ കയറാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ഡേറ്റിൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. പിന്നെ അഹിന്ദുക്കൾക്ക് ഇതിന് അമ്പലത്തിൽ പ്രവേശനമില്ല. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അവർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ഓക്കെ സബ്മിറ്റ് കൊടുത്താൽ നമ്മുടെ പേയ്മെൻറ്റ് പേജിലേക്കാണ് ഇത് റീഡയറക്റ്റ് ചെയ്യുന്നത്. പിന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് അടുത്ത ആൾക്ക് ബുക്ക് ചെയ്യുന്നത് ചെയ്താൽ മതി. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. ബുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ മറുപടി തരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.